ഭാര്യയോട് കണക്ക് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ അപമാനിക്കുന്ന ഭർത്താക്കന്മാർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികളുണ്ടോ? ഭാര്യയ്ക്ക് അത്യാവശ്യത്തിന് പോലും ചെലവിന് പൈസ കൊടുക്കാറുമില്ല, ഇനി അഥവാ കൊടുത്താലോ അതും പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുകയും ചെയ്യും. ഭർത്താക്കന്മാരുടെ ഈ സ്വഭാവത്തെ ഭാര്യയോടുള്ള മാനസിക പീഡനമായി കണക്കാക്കപ്പെടുന്നു. ഭാര്യയുടെ അനാവശ്യ ദൂരത്തിന് വേണ്ടിയുള്ള പൈസയല്ല, മറിച്ച് വീട്ടു ചിലവിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ആണെങ്കിലും മെഡിക്കൽ എമർജൻസീസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ആണെങ്കിലും ഇതിനൊക്കെയുള്ള എക്സ്പെൻസസ് കംപ്ലീറ്റ് ഹസ്ബൻഡ് വൈഫിന് കൊടുത്തിരിക്കണം. ഇങ്ങനെ കൊടുക്കാതെ വരുന്ന പക്ഷം ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ BNSS സെക്ഷൻ 144 അനുസരിച്ച് മെയിന്റനൻസ് കേസ് ഫയൽ ചെയ്യാൻ കഴിയും. പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 സെക്ഷൻ 3 അനുസരിച്ച് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതിരിക്കുന്നതും ഭാര്യയെ സാമ്പത്തികമായി അവഗണിക്കുന്നതും അതായത് എക്കണോമിക് അബ്യൂസ് നടത്തുന്നതും എല്ലാം തന്നെ ഗാർഹിക പീഡനമായി തന്നെ കണക്കാക്കുന്നു. സെക്ഷൻ 20 അനുസരിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് വീട്ടു ചെലവിനും ചികിത്സയ്ക്കും ഒക്കെയുള്ള ചെലവ് നടത്തി കൊടുക്കേണ്ടതുമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് ഭർത്താവ് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ ചെലവിന് കൊടുക്കുന്നുണ്ട്, കുടുംബം നന്നായി നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, അത്യാവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പേരിലും മറ്റുമായി ഭാര്യയെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തുന്നുണ്ട്. ഇതാണ് രീതിയെങ്കിലോ? ചുരുക്കി പറഞ്ഞാൽ നന്നായി കുടുംബം നോക്കുന്ന ഭർത്താവിന് ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാനുള്ള അധികാരമുണ്ടോ? എന്റെ ചെലവിൽ ജീവിക്കുമ്പോൾ എന്റെ സൗകര്യത്തിന് ജീവിക്കണം എന്ന ആറ്റിറ്റ്യൂഡിലുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. അവർ വ്യക്തമായി മനസ്സിലാക്കുക, നിങ്ങൾ ഭാര്യയ്ക്ക് ചെലവിന് നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി ഭാര്യ നിങ്ങളുടെ അടിമയുമല്ല, നിങ്ങളുടെ ജോലിക്കാരിയുമല്ല. ചിലവിന് നൽകുന്നുണ്ട് എന്ന അധികാരത്തിന്റെ പേരിൽ ഭാര്യയെ ചീത്ത പറയുകയോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുകയോ അസഭ്യം പറയുകയോ മറ്റുള്ളവരോട് അപവാദ പ്രചരണങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും ഭാര്യയോടുള്ള മാനസിക പീഡനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സെക്ഷൻ 22 അനുസരിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായി വരും. കൂടാതെ ഇത്തരം സാഹചര്യങ്ങളിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ BNS സെക്ഷൻ 85, BNSS സെക്ഷൻ 144 തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചും കേസ് ഫയൽ ചെയ്യാൻ കഴിയും. മെയിൻ പോയിന്റ് ഇതാണ്. അതായത് ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്ന ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ഡിവോഴ്സ് ആവശ്യപ്പെടാൻ കഴിയും. ഭാര്യയെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാക്കിയുമൊക്കെ ഷോ കാണിക്കുന്ന ചില കലിപ്പന്മാർ മനസ്സിലാക്കുക, നിങ്ങളുടെ വാചകങ്ങൾ അതിരുകടക്കുന്ന പക്ഷം ഒരുപക്ഷെ നിങ്ങൾക്ക് ജയിൽ ശിക്ഷ പോലും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ മാക്സിമം ആവശ്യക്കാരിൽ എത്തിക്കൂ.